പാൻ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് മുറിച്ചിടണമെന്നൊന്നുമില്ല, നമ്മൾ മുഴുവനായിട്ടാൽ മതി. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം അതിൽ. അങ്ങനെ ആകുമ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മുളകെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അതേ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി സവാള വഴറ്റുമ്പം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. അങ്ങനെ നമ്മുടെ സവാള ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി മുരിയിച്ചെടുക്കാം. ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ മുരിച്ചെടുക്കണം, അല്ലെങ്കിൽ കറിക്കൊരു പച്ചച്ചെവ ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിർബന്ധമില്ല, ഇത് ഓപ്ഷണലാണ്. വേണമെന്നവർ ചേർത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ പൊടി കഴിക്കാനതെല്ലാം നന്നായി മുരിഞ്ഞ് പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് നല്ലപോലെ ഉടയണം, ആ രീതിയിൽ വേണം നമുക്കിത് വേവിച്ച് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വരാൻ സമയമായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. തൈര് എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പുളിയുള്ള തൈര് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിലേക്ക് നമ്മൾ ആൾറെഡി 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പുളി ആ തക്കാളിയിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് പുളി കുറഞ്ഞ തൈര് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ മുട്ട ചെറുതായി വരഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. എന്നാൽ മാത്രമേ ഇതിനകത്തുള്ള മസാലകളൊക്കെ മുട്ടയിലേക്ക് പിടിക്കുകയുള്ളൂ. മുട്ട ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മസാലയൊക്കെ അതിലേക്ക് മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ചൂട് ആറി കഴിയുമ്പോൾ അപ്പം, ചപ്പാത്തി, ദോശ എന്നിവയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.